യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഒരിടത്ത് ഒരു സന്യാസി ജീവിച്ചിരുന്നു. അദ്ദേഹം യുവാവായിരുന്ന സമയത്ത് അദ്ദേഹം ദൈവത്തോട് എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: ദൈവമേ, എൻ്റെ അടുത്ത് വരുന്ന എല്ലാ ജനങ്ങളിലും നല്ലൊരു മാറ്റം വരുത്തുവാൻ അങ്ങ് ഇടയാക്കണമേ. അങ്ങനെ വർഷങ്ങളോളം അദ്ദേഹം പ്രാർത്ഥിച്ചു. പക്ഷേ ജനങ്ങളിലൊന്നും നല്ല മാറ്റങ്ങൾ അദ്ദേഹം കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ നിരാശ തോന്നുകയാണ്. അങ്ങനെ പിന്നീട് ആ സന്യാസി വൃദ്ധനായപ്പോൾ ദൈവത്തോട് പിന്നീട് ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി: ദൈവമേ, എന്നിൽ തന്നെ നല്ലൊരു മാറ്റം വരുത്തുവാൻ എന്നെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൽ വലിയൊരു മാറ്റം നടന്നു, നല്ലൊരു മാറ്റം നടന്നു. അദ്ദേഹം സംതൃപ്തിയോടുകൂടെ പിന്നീട് മരിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ സന്യാസി ജീവിതാവസാനത്തിൽ പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ, എന്നിൽ തന്നെ ഒരു നല്ല മാറ്റം വരുത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 4-5 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണും: നിന്റെ കണ്ണിൽ തന്നെ ഒരു തടിക്കഷ്ണം ഇരിക്കെ അപരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയട്ടെ എന്ന് പറയാനായിട്ട് നിനക്ക് എങ്ങനെ സാധിക്കും? ആദ്യം നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് കളയുക, അപ്പോൾ അപരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നിന്റെ കാഴ്ച തെളിയും. ഈശോ പറഞ്ഞ എത്രയോ മനോഹരമായ വാക്യമാണത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആദ്യം തന്നെ നമ്മിലൊരു മാറ്റം വരുത്തുക. നമ്മൾ പലരെയും ഒത്തിരി ഉപദേശിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആത്മപരിശോധന ചെയ്യണം. എന്തെങ്കിലും ഒരു നല്ല മാറ്റം എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തുന്നുണ്ടോ? മറ്റുള്ളവരെ തിരുത്തുമ്പോൾ, മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കൂടെ ആത്മപരിശോധന ചെയ്യുക. എന്തെല്ലാം നല്ല മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്? പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ നല്ല നല്ല മാറ്റങ്ങൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈ ഒരു ദിനം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ഇന്നേ ദിവസം കർത്താവെ, ഞങ്ങളിൽ തന്നെ നല്ല മാറ്റങ്ങൾ വരുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതിനായി ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.